ചൊവ്വാഴ്ച അറബിക്കടലിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ നേരെ വന്ന ഇറാന്റെ ഷാഹേദ് എന്ന ഡ്രോണിനെ അമേരിക്കയുടെ യുദ്ധവിമാനം വെടിവെച്ചിടുകയും ചെയ്തു. ഈ സംഭവം മേഖലയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിൽ US ടാങ്കറിനെ ഇറാൻ തടയാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇതിനിടെയാണ് നയതന്ത്ര ചർച്ചകൾക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തയ്യാറായത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാശി, ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകും. ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണറും പങ്കെടുക്കും. സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും ഈ സമാധാന ശ്രമത്തെ സ്വാഗതം ചെയ്തു. അമേരിക്ക ഡ്രോൺ വെടിവെച്ചിട്ടെങ്കിലും അതിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ തങ്ങൾക്ക് സുരക്ഷിതമായി ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. കൂടാതെ മറ്റ് 2 ഡ്രോണുകൾ കൂടി വിക്ഷേപിച്ചതായും അമേരിക്കൻ പടക്കപ്പലുകളുടെ ഓരോ ചലനവും തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്നും ഇറാൻ അവകാശപ്പെടുന്നു. അമേരിക്കൻ കപ്പൽ വ്യൂഹത്തിൽ എബ്രഹാം ലിങ്കണിന് പുറമെ 12 വെസലുകളും 3 യുദ്ധവിമാനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കൃത്യമായ വിവരങ്ങളാണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് മേൽ ഒരു മാനസിക ആധിപത്യം സ്ഥാപിക്കാനുള്ള ഇറാന്റെ തന്ത്രമായി